ഷാരിക, തൊപ്പി അല്ലെങ്കിൽ മുഹമ്മദ് നിഹാദ് യെസ്. എല്ലാവർക്കും ഫെമിലിയർ ആയ അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. കുറച്ച് നാളുകളായിട്ട് കുറേ വിവാദങ്ങളൊക്കെ വന്നു. പക്ഷേ അദ്ദേഹം തൊപ്പി എന്നുള്ളൊരു പേര് ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ലുക്കൊക്കെ മാറ്റി മുഹമ്മദ് നിഹാദായി തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നന്നാവാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്താലോ അത് അംഗീകരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ഇപ്പോൾ പ്രഭാതമായി അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ തൊപ്പിയെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുഹമ്മദ് നിഹാദിനെ റിലേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? മുഹമ്മദ് നിഹാദ്, തൊപ്പി എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് നിഹാദ്, അദ്ദേഹത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ചരിത്രം തന്നെയാണ്. വേറൊന്നുമല്ല, 9 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് അദ്ദേഹം. ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള, അതായത് അദ്ദേഹത്തിന് ഒരു കേസ് ആദ്യമായിട്ട് അദ്ദേഹം വിവാദ നായകനായി മാറുന്നത് ഒരു കട ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആ ഒരു ഹൈവേ വരെ ബ്ലോക്ക് ആവുന്നു കുട്ടികളെ കൊണ്ട്. അതുകൊണ്ട് പോലീസിന് കേസ് എടുക്കാനും പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം കുട്ടികളായതുകൊണ്ട് അവരെ വിരട്ടി ഓടിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾ തൊപ്പിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഹൈവേ മുഴുവൻ ബ്ലോക്ക് ആക്കി. അങ്ങനെയാണ് തൊപ്പിക്കെതിരെ ആദ്യമായിട്ടൊരു കേസ് ഒരു കട ഉദ്ഘാടനത്തിന് വരുമ്പോൾ കേൾക്കുന്നത്. കാരണം അത്ര ജനസമുദ്രം, കുട്ടികളുടെ സമുദ്രമായിരുന്നു. കുട്ടികൾക്ക് എന്തോ ഇഷ്ടമാണ് തൊപ്പിയെ. സോ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകും. അങ്ങനെയാണ് ആദ്യമായിട്ട് തൊപ്പി എനിക്ക് തോന്നുന്നു ഭയങ്കര വൈറലാകുന്നത്. അതായത് വീഡിയോകളൊക്കെ വൈറലാണെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രശ്നക്കാരനായിട്ട് വരുന്നത് അങ്ങനെയാണ് ആദ്യമായിട്ട് സമൂഹത്തിനിടയിലേക്ക്. പക്ഷെ അദ്ദേഹം പിന്നീട് 2024 ഒക്ടോബർ 24 അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ പിറന്നാളിന് അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഞാൻ ഇനി തൊപ്പി എന്ന വേഷം അഴിച്ചു വയ്ക്കുകയാണ്. തൊപ്പി മരിച്ചു, ഇനി തൊപ്പിയില്ല. പകരം ഇനി ഞാൻ മുഹമ്മദ് നിഹാദായിട്ട് തന്നെ ജീവിക്കുകയാണ്. കാരണം അയാളുടെ ഒഫീഷ്യൽ നെയിം അതാണ്. അതിന്റെ റീസൺ തൊപ്പി പറഞ്ഞത് വേറൊന്നുമല്ല, നമുക്ക് എത്രയൊക്കെ കാശുകൾ ഉണ്ടായാലും എത്രയൊക്കെ പദവി ഉണ്ടായാലും പ്രശസ്തി ഉണ്ടായാലും നമ്മുടെ കുടുംബം ഇല്ലെങ്കിൽ നമ്മൾ വെറും സീറോയാണ്, ബിഗ് സീറോയാണ്. ആ തിരിച്ചറിവ് പുള്ളിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം പുള്ളി ഇത്രയും പ്രശസ്തനൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ വാതിൽ കൊട്ടി അടച്ചു. കാരണം പുള്ളി മുടിയൊക്കെ ഒരുമാതിരി പ്രത്യേക രീതിയിൽ പിന്നെയൊക്കെ ഇട്ട് വളർത്തി ഒരു വല്ലാത്ത രൂപമായിരുന്നു തൊപ്പിയുടെ ഉള്ളത്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ. നോർമലി മുതിർന്ന ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു രൂപത്തിലാണ് പുള്ളി നടന്നിരുന്നത്. ആ മുടി ആദ്യം മുറുക്കിയാണ് അദ്ദേഹം ചെയ്തത്. ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അദ്ദേഹം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദ നായകനായി മാറുകയാണ്. പക്ഷെ അതിൻ്റെ ബാല്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ ഒരുപാട് തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ ഒരു മനുഷ്യനാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഗെയിമിൻ്റെ എന്തോ സാധനം ടോയ് എന്തോ മോഷ്ടിച്ചതിൻ്റെ പേരിൽ നാട്ടുകാർ കെട്ടിയിട്ട് അദ്ദേഹം അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ. അങ്ങനെ ഒരുപാട് നാണക്കേടുകൾ, ഒരുപാട് ഹ്യൂമിലിയേഷൻ നേരിട്ട ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം വളർന്നു വരുന്നത്. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ ന്യൂ ജനറേഷൻ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. പക്ഷേ ഇനി മുഹമ്മദ് നിഹാലായിട്ട് താൻ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ചിപ്പോൾ ഒരു ഒക്ടോബർ തൊട്ട് ഇപ്പോൾ ഇത്രയും നാളുകൾക്കിടയിൽ അദ്ദേഹം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റെ പേരിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് എപ്പോഴോ ഒരു മയക്കുമരുന്ന് കേസിന്റെ ഒരു വിഷയത്തിലേക്ക് പൊങ്ങി വന്നെങ്കിലും 3 സ്ത്രീകളെയാണ് പിടിച്ചത്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് തൊപ്പിക്ക് അതിൽ പങ്കുണ്ടെന്നാണ് എക്സൈസിന്റെ പക്ഷേ തെളിവുകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ പുതിയ കേസ് പൊങ്ങി വന്നിരിക്കുന്നത് ആദ്യമേ ടൈറ്റിൽ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യം ടൈറ്റിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി തോക്കു ചൂണ്ടി ആർക്കെതിരെ? ബസ് തൊഴിലാളികൾക്കെതിരെ. അപ്പോൾ നമ്മൾ അവൻ വീണ്ടും പ്രശ്നത്തിന് വന്നു. കാരണം കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം നല്ല നടപ്പ് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വിഷയത്തിൽ ന്യായം നമ്മൾ ആ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു വാർത്തകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തെറ്റ് തൊപ്പിയുടെ ഭാഗത്തല്ല, അല്ലെങ്കിൽ മുഹമ്മദ് നിഹാദിൻ്റെ ഭാഗത്ത്. തൊപ്പി നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പേര് ഞാൻ മാറ്റി. അപ്പോൾ നമ്മളെങ്കിലും ആ ഒരു റെസ്പെക്ട് കൊടുക്കണമല്ലോ. പക്ഷേ തൊപ്പി എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തെ എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ മുഹമ്മദ് നിഹാദ് പറയുന്നത് അവൻ്റെ ഭാഗത്ത് തെറ്റ് ചെയ്തത് ഈ പ്രൈവറ്റ് ബസ്സുകാരും റോങ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് റോങ് സൈഡിലേക്ക് വന്ന വേറൊരു വണ്ടിക്കാരനുമാണ് തെറ്റ് ചെയ്തത്. താനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ തൊപ്പിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഈ സൈഡ് കൊടുക്കാത്തതിൻ്റെ പേര് അല്ലെങ്കിൽ സൈഡ് ഹോൺ അടിക്കും. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ സ്വഭാവം പറഞ്ഞമേ അറിയാമല്ലോ. അദ്ദേഹം മലപ്പുറത്തേക്ക് വരുന്ന ഹൈവേയിൽ വെച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന പോലെ കോഴിക്കോടേക്ക് പോകുന്ന ഒരു ബസ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തട്ടുകയുണ്ടായി. കാരണം പ്രൈവറ്റ് ബസ്സുകാരെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇവന്മാർ സമയക്രമം പാലിക്കാൻ ഓടും. സമയക്രമം പാലിക്കും. ഇതുവരെ ആരും കേൾക്കാത്ത തരത്തിലുള്ള വല്ലാത്ത ഹോൺ വെച്ച് കിക്കി അടിച്ചോ ഭയങ്കര ഇറിറ്റേഷനാ. ഒരു പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ നിർത്തിയിട്ട് ഇറങ്ങി 2 തെറി പറയാനൊക്കെ തോന്നും. ആ പരുവത്തിന്മാർ ഹോൺ അടിക്കും. ഒന്നെങ്കിൽ നമ്മൾ പേടിച്ച് മാറ്റി കൊടുക്കും. അത്യാവശ്യം സ്കിൽഡ് ഡ്രൈവർ ആണെങ്കിൽ നീയൊക്കെ വേണമെങ്കിൽ എരിക്കൊണ്ട് ഓടാന്ന് വേണ്ടിയിരിക്കും. ഒരു പക്ഷേ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ചിലപ്പോൾ ഈ മുഹമ്മദ് നിഹാദ് തന്നെ തിരുന്നിട്ടുണ്ടാവും. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടെന്നവിടെ വളയാൻ പോകുമ്പോൾ ഈ പറയപ്പെടുന്ന റോങ് ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് ഒരുത്തൻ ഇടയ്ക്ക് കയറുകയും അവന് സൈഡ് കൊടുക്കാനായിട്ട് പോയ ഈ പ്രൈവറ്റ് ബസ് ഇവരുടെ മിററിൽ ചെന്ന് തട്ടുകയും ഈ റൈറ്റ്, അതായത് ഈ ഡ്രൈവറുടെ സീറ്റിന്റെ ഭാഗം, അത് നല്ലൊരു വണ്ടിയാണ്, പ്രീമിയം വണ്ടിയാണെന്ന് തോന്നുന്നു, അത് നന്നായിട്ട് ഇടിച്ച് ചളുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതാണ് അവിടെ സംഭവിച്ചത്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്മാരുടെ സ്വഭാവം അറിയാമല്ലോ, പ്രൈവറ്റ് ബസ് ഇടിച്ചാൽ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അത് പ്രൈവറ്റ് ബസ്സുകാരിൻ്റെ പേര് തൊഴിലാളികളൊന്നും നമ്മുടെ ഇതിൻ്റെ കവനിട്ടാലും സത്യം അതാണ്. ഒരു 80% 90% പ്രൈവറ്റ് ബസ്സുകാരും ഒരസലോ തട്ടലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടാതെ പറയാതെ അങ്ങ് പോകും. നമ്മൾ വേണമെങ്കിൽ പുറകെ ഒന്നും അവർക്ക് സമയമില്ലേനൊന്നും.
അങ്ങനെ രീതിയിൽ ഇവരും പോയി. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ പറയപ്പെടുന്ന മുഹമ്മദ് നിദാലും ടീമും കൂട്ടത്തിൽ വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. ഇവരെ ഫോളോ ചെയ്ത് ചെല്ലുന്നു, ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നു. ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നു, അവരെ വട്ടവിട്ട് സിനിമാ സ്റ്റൈലിൽ തന്നെ വട്ടവിട്ട് നിർത്തി ഇറങ്ങുന്നു, ചാടി ഇറങ്ങി. സംസാരം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് സംസാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എൻ്റെ ഭാഗത്താണ് തെറ്റ്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്തെ സ്റ്റാൻഡിലുള്ള ഓട്ടോക്കാരും അതുപോലെ മറ്റ് ബസ് തൊഴിലാളികളും ഒക്കെ കൂടി ചേർന്നിട്ട് ഇവരെ അങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് ഇതാകുമ്പോൾ ഇവർ ഈ തൊപ്പി കയ്യിലിരുന്ന എയർ പിസ്റ്റൾ എടുത്തിട്ട് ഇവരുടെ നേരെ ചൂണ്ടി. അപ്പോൾ യാത്രക്കാരൊക്കെ ബസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ചൂണ്ടുകയും അതോടുകൂടി അവിടുത്തെ ജീവനക്കാർ ഇവരെ കീഴ്പ്പെടുത്തിയെന്നും പോലീസിനെ വിളിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. എന്തായാലും പോലീസുകാരുടെ കുറച്ച് ബൈറ്റ്സ് ഒക്കെ, പോലീസുകാരല്ല ഓട്ടോക്കാരുടെ ബൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തൊപ്പി ഇവരോട് തെറിയൊക്കെ പറയുന്നതായിട്ടുണ്ട്. തൊപ്പി ചൂടാവുന്നുണ്ട്. ചേട്ടൻ എന്ത് കണ്ടിട്ടായി പറയുന്നത്, ചേട്ടൻ കണ്ടായിരുന്നു, ഞങ്ങളുടെ ക്യാമറയൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, ഞങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടാണ് പോകുന്നത്, മറ്റവൻ റോങ് ആയിട്ട് കയറി വന്നതാണ്, അങ്ങനെയാണ് ഈ ബസ്സുകാർ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്തായാലും തൊപ്പി അതിനകത്ത് വെറുതെ വിട്ടു കേട്ടോ. ഈ പറയുന്ന എയർ പിസ്റ്റൾ ഉപയോഗിച്ചു ഇവരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാരെ ഇവർ വിളിച്ചു വരുത്തുന്നത്, ബസ് ജീവനക്കാരെ. പക്ഷേ പരാതി ഇല്ല രണ്ടു കൂട്ടരും. കാരണം പരാതി ഇല്ലെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, എയർ പിസ്റ്റൾ ലൈസൻസ് ആവശ്യമില്ല, എയർഗണ്ണിന്റെ ലൈസൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് ആയുധത്തിന്റെ ലൈസൻസ് അല്ലെങ്കിൽ ആയുധ നിയമത്തിന്റെ പേരിൽ അതൊരിക്കലും പുള്ളി ഒന്നും ചെയ്യാൻ പറ്റില്ല. തെറി പറഞ്ഞു ആർക്കും പരാതി ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുണ്ട്. 5 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി. ഓരോരോ അവസ്ഥകളെ നന്നാവാൻ തീരുമാനിച്ചാലും നന്നാകാൻ അനുവദിക്കാത്ത നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയാനാണ്. ശരിക്കും ശാരിക, ഇപ്പൊ ഈ ഒരു കാര്യത്തില് ഇപ്പം നമുക്ക് ഈ പറയുന്ന മുഹമ്മദ് നിഹാദിനെ അത്ര കണ്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ശരിയാണ്, അവൻ ശരിയാണ്, പുള്ളിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി അങ്ങനെ ആരും ദ്രോഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. പിന്നെ ഈ മയക്കുമരുന്നൊരു കേസിൽ നമുക്ക് തെളിവുമില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കേസിൽ പ്രൈവറ്റ് ബസ്സുകാർ അത്ര മോശക്കാരൊന്നും അല്ല, അത്ര നല്ല മറ്റേ നന്മമാരുടെ ടീമൊന്നും അല്ല. മിക്കവർക്കും പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് ഒരുപാട്, ഞാനും പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ട്രാൻസ്പോർട്ടുകാർ ബസ്സുകാരൊന്നും അത്ര നീറ്റല്ല. മാക്സിമം സൈഡിൽ കൂടെ പോകുന്ന ചെറു വാഹനങ്ങളെ, അത് പ്രീമിയം വണ്ടി ആയാലും സാധാരണ ഓൾട്ടോ ആയാലും ഒന്ന് പേടിപ്പിച്ച് ഒന്ന് ഇച്ചിരി ഞങ്ങൾക്ക് മാറി തന്നെ പറ്റൂ എന്ന രീതിയിൽ അഹങ്കാരത്തോടു കൂടി പോകുന്നതാണ് മിക്ക വലിയ വണ്ടികളും. 4 വീലിലോടുന്ന വലിയ മിക്ക വണ്ടികളും ചെയ്യുന്ന പരിപാടി. ഞാനതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ്. പ്രൈവറ്റിലായാലും ട്രാൻസ്പോർട്ടിലായാലും യാത്ര ചെയ്യുന്ന ആൾ. 2 കൂട്ടരും വ്യത്യസ്തരല്ല. പിന്നെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇപ്പോൾ ഇച്ചിരി പേടി ട്രാൻസ്പോർട്ടിനെ ഉണ്ട് എന്ന് മാത്രം. അവർക്ക് തമ്മിൽ ഇച്ചിരി പേടിയുള്ളൂ, പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളൂ. അല്ലാതെ ചെറു വാഹനങ്ങളൊക്കെ പരമ ഉച്ചമാണ്. നമ്മൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം റോഡിലൂടെ യാത്ര ചെയ്യാനായിട്ട് പ്രത്യേകിച്ച്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് തൊപ്പിയുടെ കയ്യിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുറേയധികം തെറ്റ് ഈ പറഞ്ഞ പ്രൈവറ്റ് ബസ്സുകാരുടെ കയ്യിലുണ്ടാവും. അത്ര മിടുക്കന്മാരൊന്നുമല്ല. പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ. പൗർണമി ശ്രദ്ധിച്ച പൗർണമി 2 വീലർ ഓടിക്കുന്ന ആളല്ലേ, റോഡിലൂടെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ പുറകിൽ കൊണ്ടുവന്ന് ഹോൺ അടിച്ച് ഡ്രൈവേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഇതുപോലൊരു വർഗ്ഗം ലോകത്ത് കാണത്തില്ല അല്ലേ? ശരിയാ. അത് മാത്രമല്ല, നമ്മൾ തിരക്കേറിയ ബിസി ടൗണിലൂടെ ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ ഈ എറണാകുളം നമുക്ക് ഏറ്റവും നിയർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ആയിട്ടും ഉള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ആണെങ്കിലും ഈ കഴിഞ്ഞ അടുത്തിടെ വരെ ഈ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള മത്സരവോട്ടവും അതിനെ തുടർന്നുള്ള സംഘർഷവും കത്തിക്കുത്തും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം പ്രൈവറ്റ് ബസ്സാണോ എന്തോ റോഡുകൾ അല്ലെങ്കിൽ റോഡ് അവരുടെ വകയാണ് അല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ളതാണെന്നുള്ളൊരു സ്വകാര്യ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് എപ്പോഴും പോകുന്നത്. കാരണം മറ്റ് ചെറു വാഹനങ്ങൾ എല്ലാവരും ചെറുതാണല്ലോ, എല്ലാ വാഹനങ്ങളും ചെറുതാണല്ലോ. പിന്നെയും ഈ നമ്മൾ കാറിലോ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളിൽ പോകുന്നവരൊന്ന് ചിന്തിക്കും, ഈ ബസ്സുകളിൽ പോകുന്നത് കൂടുതൽ ആളുകളുടെ ജീവനാണല്ലോ അതിലിരിക്കുന്നത്, അല്ലാതെ ഡ്രൈവർമാരെ പേടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു മത്സരത്തിൽ നിന്ന് കൂടുതലും പിന്മാറുന്നത് അല്ലേ ശരിക്കും. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ അവരുടെ മത്സരയോട്ടം ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവം. പല തവണ അല്ലെങ്കിൽ പല വാർണിംഗ് കൊടുത്ത് പല പ്രശ്നങ്ങളിൽ നിന്ന് കരകയറിയൊക്കെ വന്നാലും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകൾ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും അവരുടെ ഒന്നും ഓണർഷിപ്പിലുള്ള വാഹനമല്ലല്ലോ. ഇവരെന്ത് തോന്നിവാസം ചെയ്താലും അതെല്ലാം സഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന്റെ എല്ലാം ശിക്ഷ എടുക്കേണ്ടത്, അതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് ഇതിന്റെ ഓണർ ആയിരിക്കും അല്ലേ ശാരിക? അതെ. ഈ പറയപ്പെടുന്ന തൊപ്പി, അതിന് മുഹമ്മദ് നിഹാദ് എന്ന് പറഞ്ഞ വ്യക്തി കാര്യമായിട്ട് തന്നെ പ്രതികരിച്ചിരുന്നു. വീഡിയോയിലൊക്കെ തന്നെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു, വണ്ടിയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഓട്ടോക്കാർ കയറി വന്നിട്ട് കുറേ നിന്റെ ഭാഗത്ത് തെറ്റ് ചേട്ടൻ കണ്ടോ, അപ്പം തൊപ്പി കറക്റ്റായിട്ട് ചോദിക്കും ചേട്ടൻ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറൊരു യൂട്യൂബർ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ സത്യം പറഞ്ഞാൽ ഈ ഓട്ടോക്കാർക്ക് ഇൻഡിക്കേറ്റർ എന്താണെന്ന് അറിയാവോ? ഇന്നേ വരെ എല്ലാവരും അടച്ചാക്ഷേപിക്കുമല്ലോ, 80% ഓട്ടോക്കാർ ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി എടുത്ത് വളയ്ക്കത്തുള്ളൂ. ചുമ്മാ അങ്ങ് തോന്നിയ പോലെ. ഇപ്പൊ യാത്രക്കാരെ എവിടെയെങ്കിലും നിർത്തണം, നമുക്ക് ബസ് സ്റ്റോപ്പ് നോക്കി നമുക്കറിയാമോ ബസ് ഇപ്പൊ നിർത്തുമായിരിക്കും നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനേക്കാളും മാരക വിഷയമാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ. നമ്മളെ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് അവർ എവിടെയെങ്കിലും ചേട്ടാ അവരുടെ കുഴപ്പമാണ്, ആരുടെ കുഴപ്പമാണ്, ചിലപ്പോൾ യാത്രക്കാർ പറയും ചേട്ടൻ ആ കട ഒന്ന് ചവിട്ടിക്കെന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ കൈയൊന്ന് ഞെക്കി ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടാൽ പുറകിൽ വരുന്ന വാഹനത്തിന് അറിയാം അവർ നിർത്താൻ പോകുന്നത്. ഇത് ആപ്പോ ഓട്ടോ ആയാലും പെട്രോൾ ഓട്ടോ ആയാലും ഇലക്ട്രിക് ഓട്ടോ ആയാലും അങ്ങനൊരു സ്വഭാവം
അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. ആ പുള്ളിക്കാരൻ ഒരു അപ്പൂപ്പൻ വന്നിട്ട് കിടന്നുകൊണ്ട് ഈ തൊപ്പിയെ പറയുന്നുണ്ട്, നല്ല തെറിയാണ് തൊപ്പിയാണ് അത് പറയുന്നത്. നമ്മൾ തൊപ്പി പറയുന്ന തൊപ്പിയുടെ സേവനങ്ങളെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ തൊപ്പി പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയല്ല. പക്ഷേ ചില ന്യായങ്ങൾ ആ പുള്ളിക്കാരന്റെ ഭാഗത്തും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെറുതെ വിടുകയുണ്ടായത്. പിന്നെ എയർ പിസ്റ്റൾ, ഒരു ഗണ്ണും ഒരാളുടെ നേരെയും നമ്മൾ ചൂണ്ടാൻ പാടില്ല എന്നാണ് ശക്തമായ നിയമം. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഈ കേസെടുക്കാൻ സാധിക്കത്തില്ല. കാരണം ബിക്കോസ് ഈ നമ്മൾ പിസ്റ്റൾ അതുപോലെ കയ്യിൽ ആയുധങ്ങൾ വെച്ച് ഉപയോഗിച്ചുള്ള ആയുധ നിരോധന നിയമപ്രകാരമുള്ള കേസുകളാണ് എടുക്കുക. പക്ഷേ ഈ കേരളത്തിൽ എയർ പിസ്റ്റളിന് ലൈസൻസിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഭയന്നിട്ടാവാം ചിലപ്പോൾ പുള്ളി എന്തിനാണ് എയർ പിസ്റ്റൾ കൊണ്ട് നടക്കുന്നത്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടമാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും യൂട്യൂബർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ മുഹമ്മദ് നിഹാദ് എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി നന്നാകാൻ ശ്രമിക്കുകയും അദ്ദേഹം ഇനി ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കുറച്ച് നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും പെട്ടെന്ന് സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നിട്ട് എല്ലാ കുറ്റവും തൊപ്പിയുടെ പേരിലാക്കി വെച്ചുകൊണ്ടുള്ള തംബ്നെയിലുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഒഴിവാക്കുക. കാരണം നമ്മൾ ഒരു കള്ളനെ അയാൾ നന്നാവാൻ ശ്രമിച്ചാൽ അയാളെ പിന്നെയും നമ്മൾ ഒരു സാധനം തല്ലിപ്പൊട്ടിക്കാൻ, വേറൊരു ഓൺലൈൻ ചാനൽ ഒരു മനുഷ്യൻ പറഞ്ഞത് എൻ്റെ വാക്കുകളല്ല, നമുക്കൊരു മനുഷ്യനെ വികൃതമാക്കാം. പക്ഷെ അയാൾ ഒരിക്കലും നന്നാക്കിയെടുക്കാൻ വലിയ പാടാണ്. നമുക്ക് എന്ത് സാധനവും തല്ലിപ്പൊട്ടിച്ച് കളയാം. പക്ഷേ വളരെ ഈസിയാണ് തല്ലിപ്പൊട്ടിച്ച്, ചുറ്റിയെടുത്തോ കല്ലെടുത്തോ അടിച്ചു പൊടിക്കാം, വളരെ ഈസിയാണ്. പക്ഷെ ആ സാധനം ഒട്ടിക്കാൻ, തിരിച്ചു വയ്ക്കാൻ എത്ര സമയം എടുക്കും? അങ്ങനെ ഒട്ടിച്ചാൽ പോലും അത് പഴയ രൂപത്തിലിരിക്കില്ല. അത് തന്നെയാണ് മനുഷ്യരുടെ കേസും. തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി മുഹമ്മദ് നിഹാദായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി സമൂഹത്തിന് സ്യൂട്ടല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, മെയിനായിട്ടും സോഷ്യൽ മീഡിയ ആണ് ഉദ്ദേശിക്കുന്നത്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരുകൾ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഇത് ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതാണ്, കൊല്ലാൻ ഒരു ക്രിമിനൽ എന്ന രീതിയിൽ അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ നിന്ന് പറയുന്നത്ര ശരിയായ ആശാവഹമായിട്ടൊരു കാര്യമല്ല, സമൂഹത്തിന് ഗുഡ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സത്യം എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാൻ ഇനിയെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തയ്യാറാവുക. തൊപ്പിയെ വെറുതെ വിടുക.